കഴിച്ചിട്ട് ഞാൻ കടയിലൊന്ന് കയറി വരാമെന്ന് കരുതുക. അമ്മ എവിടെ? TV കാണാനിരുന്നു. ഇത് ഹാളിലേക്ക് വെക്കട്ടെ? വേണ്ട കുഞ്ഞി, ഇവിടെ തന്നെ മതി. പ്ലേറ്റ് ഇങ്ങോട്ട് തന്നേക്ക്. അവളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി കസേര വലിച്ചിട്ട് അടുപ്പിൻ്റെ ഓരത്തായി തന്നെ ഇരുന്നവൻ ഗൗരി ഓരോ ദോശ ചുട്ടെടുത്ത് കൊടുക്കുമ്പോഴും ഹരി അത് ചൂടോടെ കഴിച്ചു. ഇടയിൽ അവൾക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുന്നുമുണ്ട്. വയറ് നിറഞ്ഞു പൊട്ടാറാകുമെന്ന് തോന്നിയപ്പോഴാണ് അവൻ കഴിപ്പ് നിർത്തിയത്. ചൂട് ദോശയും ചിക്കൻ കുറുമയും നല്ല കോമ്പിനേഷനാണ് കുഞ്ഞ്. വയറ് പൊട്ടുമെന്നാ തോന്നുന്നേ. എൻ്റെയും. എണീറ്റ് കൈ കഴുകിക്കൊണ്ട് അവൻ പറയെ അവൾ ചിരിച്ചു. നനഞ്ഞ കൈ അവളുടെ സാരിയിൽ തുടച്ചുകൊണ്ട് അവൻ ആ കവിളിലൊന്ന് മുത്തി. അലുവായി ഹരിയേട്ടാ. പെണ്ണ് കണ്ണു കൂർപ്പിച്ചതും അവൻ കള്ളച്ചിരി ചിരിച്ചു. പിന്നെ കുനിഞ്ഞ് ആ കീഴ്ചുണ്ടിനെ ഒന്ന് നുണഞ്ഞ് വിട്ടുകൊണ്ടൊരു കടിയും കൊടുത്തു. പകപ്പോടെ നിന്നുപോയി ഗൗരി. പോയി വരാട്ടോ. കണ്ണു മിഴിച്ച് നിൽക്കുന്നവളുടെ നെറ്റിയുടെ ഓരത്തൊന്ന് ചുണ്ടു ചേർത്ത് അവൻ വേഗം തന്നെ അവിടെ നിന്ന് നടന്നു. ആ ഞെട്ടൽ മാറിയതും അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. ഹരി തിരിച്ചു വരുമ്പോൾ 10:30 കഴിഞ്ഞിരുന്നു. ഡ്രസ്സൊക്കെ മടക്കി കബോർഡിൽ വെച്ചവൾ ഷീറ്റ് കുടഞ്ഞു വിരിച്ചു കഴിഞ്ഞിട്ടും ഹരി മുറിയിലേക്ക് വന്നിരുന്നില്ല. ബൈക്ക് വന്നതാണല്ലോ, ഇതെവിടെ പോയി? സംശയത്തോടെ ഉമ്മറത്തേക്ക് പോകുമ്പോൾ അവിടെ വരാന്തയിൽ ഇരിപ്പുണ്ട് ഹരി. ഫോണിൽ സംസാരിച്ചാണ് ഇരിപ്പ്. ഗൗരി അവൻ്റെ അടുത്തായി പോയിരുന്നു. ഫോണിൽ സംസാരം തുടർന്നുകൊണ്ട് തന്നെ ഹരി അവളെ നെഞ്ചിലേക്ക് ഒതുക്കി. 10 മിനിറ്റ് കഴിഞ്ഞാണ് അവൻ ഫോൺ വെച്ചത്. എവിടെയായിരുന്നു? വാതിൽ തുറക്കാൻ വന്നില്ലല്ലോ. ഞാൻ ഡ്രസ്സൊക്കെ ഒതുക്കി കബോർഡിൽ വെക്കായിരുന്നു. ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. നല്ല തണുത്ത കാറ്റ് വീശി അവരെ കടന്നു കളഞ്ഞു. ശരീരമാകെ പടർന്ന കുളിരിനൊപ്പം അവൻ്റെ ചൂടും. ഗൗരി പൂത്തുലഞ്ഞു പോയി. തണുക്കുന്നു ഗൗരി? അവളെ പൊതിഞ്ഞു പിടിച്ചവൻ ചോദിക്കെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. ചുവന്നു വരുന്ന അവളുടെ കവിൾത്തടം, പിടയുന്ന അവളുടെ കൺപീലികൾ. ഹരിയുടെ നെഞ്ചിടിപ്പുയർന്നു. വേഗം തന്നെ നോട്ടം വെട്ടിച്ചവൻ. ചെറുതായി, പക്ഷേ നല്ല രസമുണ്ട് ഹരിയേട്ടാ. അവളുടെ ശബ്ദം ആർദ്രമായത് ഹരി അറിഞ്ഞു. കുറച്ചുനേരം രണ്ടാളിലും മൗനം നിറഞ്ഞു. ചുറ്റും അലയടിക്കുന്ന പാതിരാക്കാറ്റും ചെറുജീവികളുടെ ശബ്ദവും. രണ്ടാളുടെയും നോട്ടം ആകാശത്തേക്കാണ്. പൂർണ്ണമായി അല്ലെങ്കിൽ ഉദിച്ചു നിൽക്കുന്ന നിലാവ്, ചുറ്റും കറുത്ത മേഘങ്ങൾ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. എന്ത് രസാ അല്ലേ ഹരിയേട്ടാ? മെല്ലെ അവൾ ചോദിച്ചതും ഹരി കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് പായിച്ചു. വാഗപ്പൂവിനെ പോലെ വിരിഞ്ഞു നിൽക്കുന്ന തൻ്റെ പെണ്ണ് നിലാവിനേക്കാളും ഭംഗി തൻ്റെ പെണ്ണിനാണെന്ന് അവൻ ആ നിമിഷം മനസ്സിലായി. കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിയതും ഗൗരി അവനെ നോക്കി. ഇരുഹൃദയവും ശക്തിയിൽ മിടിച്ചു പൊന്തി. ഇരു ശരീരവും എന്തിനോ വേണ്ടി ദാഹിച്ചു. കുഞ്ഞെ. ആർദ്രമായി അവൻ്റെ വിളയെത്തവെ ഗൗരിയുടെ കണ്ണുകൾ പിടച്ചു. വലത്തെ കൈ അവൻ്റെ നെഞ്ചിൽ അമർത്തിവെച്ചു. ഹരി ആ കുഞ്ഞുമുഖം കൈക്കൊമ്പിലെടുത്തുകൊണ്ട് നെറ്റിയിൽ ആർദ്രമായി മുത്തി. ഗൗരി. ശ്വാസം പോലെ അവളുടെ പേരവൻ മന്ത്രിച്ചു. കൂടെ ആ കവിളിലും അവൻ മുത്തമിട്ടു. വല്ലാതെ പിടഞ്ഞുപോയി ഗൗരി. അടിവയറ്റിൽ വല്ലാത്തൊരു പിടച്ചിൽ. അവനെ നെഞ്ചിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഹൃദയം കൊതിക്കുന്നു. ഹരിയേട്ടാ. ഹരിയുടെ ചുണ്ട് അവളുടെ താടിത്തുമ്പിൽ ഉരസ് നീങ്ങവേ ഗൗരി പിടഞ്ഞുകൊണ്ട് വിളിച്ചു. അവനൊന്ന് ചിരിച്ചു. കള്ളച്ചിരി. ഗൗരിയുടെ ചുണ്ട് കൂർത്തു വന്നു. അവൻ്റെ മൂക്കിൻ തുമ്പിൽ അവൾ അമർത്തി വെച്ചു. കൂടെ നാവ് കൊണ്ടൊന്ന് തൊട്ടതും ഹരി അവളെ നോക്കി. ആ നിമിഷം തന്നെ അവൻ്റെ ചുണ്ട് അവളിൽ പൊതിഞ്ഞിരുന്നു. ഇരു ഇതളുകളും മുറുകി. തമ്മിൽ പ്രണയം പകർത്തു. ഉമ്മിനീർ ഒന്നായി. നാവിനെ താലോലിച്ചു. എത്ര നുണഞ്ഞിട്ടും മതിയാവാത്തതുപോലെ ഹരി അവളിൽ കൊടുങ്ങി നിന്നുപോയി. ഗൗരി കണ്ണുകൾ ഇറുക്കിയടച്ചു വെച്ചു. ഇടുപ്പിൽ അവൻ്റെ കൈകളുടെ കുസൃതി അവളെ വിവശതയാക്കാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ ഗൗരി പിടഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ പല്ലാഴ്ത്തിയതും ഹരി ചുണ്ടുകളെ വലിച്ചുവിട്ട് കഴുത്തിലേക്ക് ഊർന്നിറങ്ങി. ഹരിയേട്ടാ. ഗൗരി കിതച്ചുപോയി. ഹരി അവളെ ഇറുക്കപ്പുണർന്നുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. ഇരു ശരീരവും അതിരുവിട്ട് തുടങ്ങിയിരുന്നു. പല മോഹവും ഹൃദയത്തിൽ കുമിഞ്ഞുകൂടി. പുതു അനുഭൂതി രണ്ടാളിലും നിറഞ്ഞു വന്നു. കുഞ്ഞി. കിതപ്പടക്കി അവൻ വിളിക്കെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഗൗരി പതിയെ മൂളി. വയ്യ, എനിക്ക് കൊതി തോന്നുക പലതും ചെയ്യാൻ. ചെയ്യട്ടെ ഞാൻ. കാതു നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ മന്ത്രിക്ക് ഗൗരി അവനെ ഇറുക്ക പിടിച്ചു. അവളുടെ നെഞ്ചിടിപ്പ് അവൻ്റെ നെഞ്ചിലമർന്നു. പേടിയാണോ? മെല്ലെ അകന്നുകൊണ്ട് അവൻ ചോദിക്കെ ഗൗരി പൊടുന്നനെ തല താഴ്ത്തി. ഹരി ചിരിച്ചുപോയി. കൂടെ ആ മുഖമുയർത്തി അവളുടെ കണ്ണിൽ മുത്തി. ഞാനല്ലേ? അവനെ നോക്കാതെ കണ്ണു വെട്ടിച്ചവൾ.
ഹരി പൊടുന്നനെ അവളെ മടിയിലേക്ക് കയറ്റിക്കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചെഴുന്നേറ്റു. ഗൗരി പകപ്പോടെ അവനെ നോക്കുമ്പോൾ ഹരി ചിരിയോടെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടിനെ ഇറുക്കി നുണഞ്ഞു തുടങ്ങിയിരുന്നു. പോകുന്ന പോക്കിൽ വാതിലടച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി. മെല്ലെ അവളെ ബെഡിലേക്ക് കിടത്തിയവൻ അവളിലേക്ക് അമർന്നു. ഗൗരി. നന്നേ നേർത്തുപോയി അവൻ്റെ സ്വരം. ഗൗരിയും വിറച്ചു. ഹരി മെല്ലെ മുഖം താഴ്ത്തിയതും ഗൗരി അവൻ്റെ ചുണ്ടിനെ നുണഞ്ഞു വലിച്ചിരുന്നു. വീണ്ടും ദീർഘമായ ചുംബനം. ഹരിയേക്കാൾ വേഗത അവൾക്കാണെന്ന് അവന് തോന്നി. അത്രയ്ക്കും ഭ്രാന്തമായി അവൻ്റെ ചുണ്ടുകളെ അവൾ പൊതിഞ്ഞു. കൈകൾ അവൻ്റെ താടിയിലും മുടിയിലും പിടിമുറുക്കി. ഹരി അവൾക്ക് വിധേയയായി കിടന്നു. കൈകൾ അവളിൽ അഴിച്ചു വിട്ടുകൊണ്ട് അവ കഴുത്തും മാറും വയറും തഴുകി ഉണർത്തി. അവളിലാകെ അവൻ്റെ കൈകൾ പാഞ്ഞു കയറി. കിതച്ചു മാറിയവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തവൻ അവിടെ നിശ്വസിച്ചു. ഇരു ശരീരവും ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. ഹരി സമ്മതത്തിനായി അവളുടെ മുഖത്തേക്ക് കണ്ണുകൾ പായിച്ചതും ഗൗരി അവനെ നോക്കി ചിരിച്ചു. നാണവും പ്രണയവും കാമവും എല്ലാം നിറഞ്ഞ ചിരി. ഹരി അവളിലേക്ക് അമർന്നു കടന്നു. അവൻ്റെ ചുണ്ടുകൾ അവളിലാകെ ഒഴുകി. കൈകൾ അവളെ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമാക്കി വിട്ടു. ഗൗരി നാണത്താൽ പിടഞ്ഞു. അവളിലെ നാണം മുഴുവനും തന്നിലേക്ക് ചേർക്കും പോലെ ഹരി അവളെ കെട്ടിപ്പുണർന്നു. നഗ്നമായ ഇരു ശരീരവും വിയർത്തു കുളിച്ചു. പലവട്ടം ചുണ്ടുകൾ ഇണചേർന്നു. കൈകൾ പുതുപാത തേടിപ്പോകുമ്പോൾ അവയെ പിന്തുടർന്ന് ചുണ്ടും പാഞ്ഞെത്തിയിരുന്നു. നുണഞ്ഞും തഴുകിയും കടിച്ചും അവളെ ഒന്നാകെ അവൻ അറിഞ്ഞു തുടങ്ങി. അവൻ്റെ ഉമ്മിനീരിനാൽ അവളുടെ ദേഹമാകെ കുതിർന്നു. വയറിൽ അവൻ്റെ മുദ്രണം ചാർത്തി. കിതപ്പിലെപ്പോഴോ ഹരി അവളിലേക്ക് മെല്ലെ അമർന്നതും ഗൗരി ഒന്നിടറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഹരിയേട്ടാ. പിടഞ്ഞുപോയി അവൾ. ഹരി അവളെ നെഞ്ചിലേക്ക് ഒതുക്കി. ഇല്ല കുഞ്ഞി, വേദനിപ്പിക്കില്ല. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ വേദനയെ പകുത്തെടുത്തു. മെല്ലെ മെല്ലെ അവളിലേക്ക് അവൻ നിറഞ്ഞു. വേദന മാറി. ഗൗരിയിൽ പുതു അനുഭൂതി നിറഞ്ഞതും അവൾ ഹരിയെ ഇറുക്കപ്പുണർന്നുകൊണ്ട് അവളിലേക്ക് അമർത്തി. കുഞ്ഞേ. ഓരോ തവണയും അവൻ്റെ ചുണ്ട് അവളുടെ നെറ്റിയിൽ അമർന്നുപോയി. ഒടുവിൽ വിറച്ചുകൊണ്ട് അവളുടെ മാറിലേക്കായി അവൻ വീണതും ഗൗരി അവനെ പൊതിഞ്ഞു പിടിച്ചു. പയ്യെ ഇരു ഹൃദയവും ആർദ്രമായി. ഹരി മെല്ലെ ഉയർന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. കുഞ്ഞേ. അവൾ മെല്ലെ മൂളി. എൻ്റെ പെണ്ണെ. വീണ്ടും നെറ്റിയിൽ അമർത്തി മുത്തി അവൻ വിളിക്കെ ഗൗരി ചിരിയോടെ അവൻ്റെ ചുണ്ടിൽ ചുണ്ടു ചേർത്തു. വീണ്ടും അവരിലാകെ പ്രണയമൊഴുകി. ഇരു ശരീരവും ഒന്നായി വിയർത്തൊഴുകി. രാവിലെ ആദ്യം കണ്ണുകൾ തുറന്നത് ഗൗരിയാണ്. അരയോളം പുതച്ചു കിടക്കുന്നവൻ്റെ അടിയിലാണ് തൻ്റെ കിടത്തമെന്ന് കാണി അവളുടെ ചുണ്ടൊന്ന് വിരിഞ്ഞു. അവനെ പുറത്തുകൂടി വരിഞ്ഞു മുറുകെയാണ് തൻ്റെ കിടത്തം. ആ മുഖം തൻ്റെ കഴുത്തിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അവൾ ആ നീണ്ട മുടിയിഴകളിലൊന്ന് വിരൽ കടുത്തി തഴുകിയതും ഹരി മെല്ലെ കുറുകിക്കൊണ്ട് അവളിലേക്ക് ഒന്നുകൂടി അമർന്നു കടന്നു. ഹരിയേട്ടാ. അവളുടെ വിളി പതിഞ്ഞുപോയി. അവൻ മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നതും ഗൗരി ആ നെറ്റിയിലൊന്ന് മുത്തമിട്ടു. ഒന്ന് എണ്ണീറ്റേ, എനിക്ക് എണ്ണിക്കണം, സമയം വൈകി. കണ്ണുകൾ ഉയർത്തി നോക്കുന്നവനോട് പറയുമ്പോൾ ഹരിയിൽ പുഞ്ചിരിയാണ്. അവനും ആ നെറ്റിയിൽ ആർദ്രമായി ചുംബിച്ചു. പ്രണയം നിറഞ്ഞു കവിയുന്നത് പോലെ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ഹരിക്ക്. തൻ്റെ പെണ്ണ്, തൻ്റെ മനസ്സ് കീഴടക്കിയവൾ, ഇപ്പോൾ ഇതാ തൻ്റെ ശരീരത്തിൻ്റെയും അവകാശി. ഹരി ആദ്യമായും അവസാനമായും ആഗ്രഹിച്ച് സ്വന്തമാക്കിയ പെണ്ണുടൽ. പ്രണയം കൊണ്ട് അവൻ്റെ ഇടനെഞ്ചു വിങ്ങി. നേരെ കിടന്നുകൊണ്ട് ഒറ്റ വലിക്ക് അവളെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തിയവൻ. ഗൗരി പിടഞ്ഞുപോയി. അതേ പിടച്ചിലൂടെ ഊർന്നുപോയ ബെഡ്ഷീറ്റ് മാറിലേക്ക് വലിച്ചിട്ടു. അവളെ നെഞ്ചിലേക്ക് അമർത്തിയപ്പോൾ ഇറുക്കപ്പുണർന്നതും ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചവൾ. കുഞ്ഞേ. ഹരിയേട്ടാ. അവളും അവനെ ഇറുക്കപ്പുണർന്നു. ഇത്ര ഇറുക്കെ അവനെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ അത്രയും മുറുക്കി. വീണ്ടും ആ നഗ്ന ശരീരം ഒത്തൊരുമിച്ചു. എനിക്ക് എന്തിഷ്ടമാണെന്നോ. ഹരി ഇടുപ്പിൽ കൈമുറുക്കി പറയെ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം കൊണ്ട് ശരീരമാകെ ഒരു പുളകം. എനിക്കും എൻ്റെ ജീവന്. മെല്ലെ അവളെ അടർത്തി മാറ്റി ആ മുഖത്തേക്ക് നോക്കിയവൻ. ഇന്നലെ വേദനിച്ചോ കുഞ്ഞി? മുഖത്തേക്ക് വീഴുന്ന മുടിയിഴകളെ ഒതുക്കി വെക്കുമ്പോൾ ഗൗരി ഇല്ലെന്ന് തലയാട്ടി. അപ്പോൾ കരഞ്ഞതോ? അവനിൽ കള്ളച്ചിരി. ഗൗരിയുടെ കണ്ണ് പിടഞ്ഞു പാഞ്ഞു. കുറച്ച് വേദനിച്ചു, ആദ്യം മാത്രം. നാണമോ പരവേശമോ അവളുടെ ചുണ്ട് വിറകൊണ്ടു. ഹരി ആ ചുണ്ടിനെ ഒന്ന് നുണഞ്ഞു വിട്ടു. അവനെ നോക്കുമ്പോൾ അവിടെ ചിരിയും. ആദ്യം വേണ്ട,
ഇനി കുസൃതിയോടെ അവൻ മൊഴിയെ അവൾ വേഗം തല വെട്ടിച്ചു. ഒറ്റത്തിരിയലിന് അവളെ താഴെയാക്കി അവൻ കൈകുത്തി നിന്നും ഗൗരി അവനെ തന്നെ നോക്കിപ്പോയി. വേദനിപ്പിക്കണമെന്ന് കരുതല്ല കുഞ്ഞെ, പയ്യെ പയ്യെ ഒരു പൂവിനെ ലാളിക്കുന്ന പോലെ തഴുകി ഉണർത്താൻ ആഗ്രഹിച്ചത്. പക്ഷെ അവസാനം പിടിച്ചു നിർത്താൻ പറ്റിയില്ല കുഞ്ഞെ, കൈവിട്ടുപോയി. പറയുമ്പോൾ അവൻ്റെ ചുണ്ട് ആ മുഖമാകെ എഴുതുന്നുണ്ട്. ചുംബന ചൂടിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. കൈ അവൻ്റെ തോളിൽ മുറുകി. അവസാനം അവൻ ആ ചെഞ്ചുണ്ടിനെ പൊതിഞ്ഞുകൊണ്ട് അവളിലേക്ക് അമർന്നു കടന്നു. ദീർഘനേരം ഇരുവരും മത്സരിച്ച് ചുംബിച്ചു. ഗൗരി തളർന്നു തുടങ്ങി. ശ്വാസം വിലങ്ങി. മെല്ലെ ചുണ്ട് മോചിപ്പിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയതും ശ്വാസം വലിച്ചു കയറ്റിക്കൊണ്ട് ഗൗരി അവനെ ഇറുകെ പുണർന്നു. ഹരിയുടെ മുഖം ആ കഴുത്തിൽ വിശ്രമം കൊണ്ടു. മെല്ലെ നിശ്വാസങ്ങൾ താളത്തിലായതും ഹരി മെല്ലെ അടർന്നു മാറി. സമയം എത്രയായിടി? പുതപ്പും കയറ്റി വെച്ച് അവൾ കൈയെത്തിച്ച് ഫോണെടുത്തു. 6:50. അവനിലേക്ക് തിരിഞ്ഞു കിടന്നവൾ. ഹരിയും അവളിലേക്ക് ചരിഞ്ഞു കിടന്നു. ഏറെ നേരം ആ പ്രണയം നിറഞ്ഞ മിഴികൾ കൊരുത്തു നിന്നു. ചുണ്ടിൽ പുഞ്ചിരിയും. ഹൃദയത്തിലേക്ക് ആഴ്ന്നു പോകുന്ന നോട്ടത്തിൽ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ രണ്ടാൾക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഗൗരിയുടെ മുഖം ചുവന്നു വന്നു. ഹരി മെല്ലെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് ആ മാറിലേക്ക് മുഖം അമർത്തി. ചുണ്ട് കടിച്ചു പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു പൊളഞ്ഞവളെ അരയിലൂടെ ചുറ്റി വരിഞ്ഞിരുന്നു ഹരി. അവളുടെ മെല്ലെ താലോലിച്ചുകൊണ്ട് ചുണ്ടിനായിരുന്നു. തലയിണയിൽ തലയമർത്തി ബെഡ്ഷീറ്റിൽ അവളുടെ കൈയമർന്നു. മെല്ലെ നുണഞ്ഞും കടിച്ചും അവളുടെ രുചിയവൻ അറിഞ്ഞുകൊണ്ടിരുന്നു. ശരീരം മെല്ലെ ചൂടായി. കൈകൾ അവളെ ഇറുക്കപ്പുണർന്നു. സമ്മതത്തിനായി മുഖമുയർത്തി നോക്കിയതും ഗൗരി കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. കൈകൾ അവൻ്റെ കവിളിൽ അമർന്ന നിമിഷം ഹരി അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഹരിയേട്ട. കണ്ണുകൾ ഇറുക്കിയടയ്ക്കുമ്പോൾ കൈകൾ അവൻ്റെ താടിയിൽ പിടിമുറുക്കി. ഓരോ ഉയർച്ച താഴ്ചയും അവളിലെ പെണ്ണിനെ പൂർണ്ണയാക്കി. ഒടുവിൽ ശരീരം വിയർപ്പിനാൽ കുതിർന്ന് ഒന്നായി ഒഴുകവേ വിറച്ചുകൊണ്ട് ഹരി അവളിലേക്ക് തളർന്നു വീണു. ഗൗരി അവനെ ചേർത്ത് പിടിച്ച വിയർപ്പൊഴുകുന്ന നെറ്റിയിൽ അമർത്തിമുത്തി. വീണ്ടും ഒരു പ്രണയപ്പുലരി. അവളെ നെഞ്ചിലേക്ക് ഒതുക്കി ഹരി കണ്ണുകൾ അടച്ചു. കുളിച്ചു വന്ന് അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ പതിവില്ലാതെ അവളുടെ മുഖത്ത് നാണം നിറഞ്ഞിരുന്നു. നിറഞ്ഞ ചിരിയും പ്രകാശിക്കുന്ന അവളുടെ മുഖവും കാണി സുജാതയ്ക്ക് കാര്യം പിടികിട്ടി. അവർ കള്ളച്ചിരിയോടെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കാനായി കുനിഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ വൈകിയാണോ മോളെ വന്നത്? ഞാൻ മരുന്നിന് ക്ഷീണത്തിൽ വേഗം ഉറങ്ങിപ്പോയി. ഇല്ലമ്മേ, 10:30 കഴിയുമ്പോൾ വന്നിരുന്നു. എന്താ അമ്മേ കറി? ചായ വെക്കുന്ന അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നവൾ. കടല ഇടിയപ്പം ഉണ്ടാക്കാം എന്നാ കരുതുന്നേ. നീ കറി ഒന്ന് നോക്ക്, ഞാൻ അപ്പത്തിൻ്റെ കാര്യം നോക്കാം. ഗൗരി തലയാട്ടിയതും സുജാത ഇടിയപ്പം ഉണ്ടാക്കുന്ന പണിയിലേക്ക് തിരിഞ്ഞു. 8:30 ഹരി കുളിച്ച് ഡ്രസ്സും ചെയ്തു വരുന്നത്. വന്നപാടെ കറി ഇളക്കുന്നവളുടെ ഇടുപ്പിലൊന്ന് നുള്ളി കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയവൻ. ഹരിയേട്ടാ. പകച്ചുപോയവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. കണ്ണുകൾ പുറത്തെ വാതിലേക്ക് പാഞ്ഞു. അമ്മ പുറത്തുണ്ട്. എന്താടി? വീട്ടിൽ ഹരിയേട്ടാ, അമ്മ വരും. നിന്ന് പുളയുവാണ് പെണ്ണ്. ഒന്നുകൂടി ആ കഴുത്തിൽ അമർത്തി മുത്തിയവൻ അടർന്നു മാറിയതും ഗൗരി ശ്വാസം വലിച്ചുവിട്ട് അവനെ കൂർപ്പിച്ചു നോക്കി. മീശത്തുമ്പ് കടിച്ച് ചിരിയെടുക്കുകയാണ് ഹരി. എപ്പോഴാടി നീ എഴുന്നേറ്റ് പോയത്? അറിഞ്ഞതേയില്ലല്ലോ. അവളുടെ അടുത്തായി സ്ലാബിൽ ചാരി നിന്നവൻ. നോട്ടം പെണ്ണിൽ തന്നെ. ഇടുപ്പിൽ കുത്തിവെച്ച സാരിയും നനഞ്ഞ മുടി കെട്ടിവെച്ച് ചെറുതായി വിയർത്ത നെറ്റിയിൽ പടർന്നുപോയ സിന്ദൂരം. വീണ്ടും ഹൃദയത്തിൽ വരുന്ന മാറ്റങ്ങളറിയെ ഹരി കണ്ണു വെട്ടിച്ചു. നല്ല ഉറക്കം പിടിച്ചിരുന്നു ഹരിയേട്ടൻ, അതാ വിളിക്കാഞ്ഞത്. കറി മൂടി ഗ്യാസ് ഓഫാക്കി അവൾ തിരിഞ്ഞതും ആ കയ്യിൽ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു ഹരി. ഞെട്ടലോടെ നോക്കുന്നവളുടെ കവളിൽ അമർത്തിപ്പിടിച്ച് അവനാ ചുണ്ടു വിടർത്തി. പെണ്ണ് കണ്ണുരുട്ടി അവനെ നോക്കി. കൂടെ ചുറ്റും പായിക്കുന്നുണ്ട്. അമ്മ വരുമെന്ന് പറയുകയാണ്. ഇത് കിട്ടിയില്ല, ചത്തു ഓടി. പതിഞ്ഞ സ്വരത്തിൽ പറയുന്നതിനൊപ്പം അവളുടെ ചുണ്ടുകളെ ഒന്നാകെ വിഴുങ്ങിയിരുന്നു ഹരി. വല്ലാത്ത മുറുക്കത്തോടെ ആവേശത്തോടെ ഇരു ചുണ്ടിനെയും നുണഞ്ഞു വലിച്ചവൻ. ഇടയിലെപ്പോഴോ നാവുകൾ തമ്മിൽ കൂട്ടിമുട്ടി ചുംബനം തീവ്രമായി. നിമിഷങ്ങൾ കടന്നുപോയി. ചുറ്റുമുള്ളതെല്ലാം ശൂന്യമാക്കി തമ്മിൽ പ്രണയം കൈമാറുമ്പോൾ ഹരിയുടെ കൈകൾ അവളിൽ പാഞ്ഞു നടന്നു. പലതവണ അവയവളുടെ മുറുകെ അയഞ്ഞു. പെട്ടെന്ന് മുറ്റത്തുനിന്ന് സുജാതയുടെ സംസാരം കേൾക്കെ ഗൗരി ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഹരി അപ്പോഴും അവളെ പകുത്തെടുക്കുന്ന തിരക്കിലായിരുന്നു. വീണ്ടും സുജാതയുടെ വിളിയെത്തിയതും അവൻ്റെ നെഞ്ചിൽ പിടിഞ്ഞ് ആഞ്ഞു തള്ളി കിതച്ചുകൊണ്ട്
ചുമരിലേക്ക് ചാരി നിന്നു ഗൗരി. ഹരിയും ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. ചുണ്ടിൽ കള്ളച്ചിരിയുമുണ്ട്. ദിവസങ്ങൾ വീണ്ടും മെല്ലെ ഓടിമറഞ്ഞു. ഹരിയും ഗൗരിയും അവരുടെ പ്രണയത്തിൽ പല ആവർത്തി വിയർത്തു കുളിച്ചു. അവളില്ലാതെ അവനോ, അവൻ്റെ ചൂടില്ലാതെ അവൾക്കോ ഒരു നിമിഷം പോലും വയ്യാതെയായി. കടയിൽ പോയി രാത്രി വൈകി വന്നിരുന്നവൻ പിന്നെ വേഗം വരാൻ തുടങ്ങി. എത്ര നേരം അവളുടെ കൂടെ ചെലവഴിക്കാൻ പറ്റുന്നു അത്രയും അവളെ സ്നേഹിച്ചും കുറുമ്പ് കാട്ടിയും പ്രണയിച്ചും വിവശയാക്കി തുടങ്ങി അവൻ. കൂടെ അജയുടെ കല്യാണവും അടുത്തെത്തി. പിന്നെ അങ്ങോട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു ഹരി. അവൻ്റെ വീട് കുറച്ച് പുതുക്കിയും മറ്റു കാര്യങ്ങളുമായി ഹരി തിരക്കിൽപ്പെട്ടു. ഗൗരിക്ക് അവനില്ലാതെ പറ്റാതെയായെങ്കിലും അവൻ്റെ സാഹചര്യം അവളും മനസ്സിലാക്കി. പക്ഷേ ഒരിട സമയം കിട്ടിയാൽ അപ്പോൾ അവൻ പാഞ്ഞു വരും. ഓരോ കുസൃതി കാട്ടി ഒടുവിൽ അവളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ അവനിലെ ആവേശം കൂടുകയാണ്. വീണ്ടും വീണ്ടും തൻ്റെ പെണ്ണിനെ അറിയാൻ. കൂടെ അജയുടെ കല്യാണവും അടുത്തെത്തി. പിന്നെ അങ്ങോട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു ഹരി. അവൻ്റെ വീട് കുറച്ച് പുതുക്കിയും മറ്റു കാര്യങ്ങളുമായി ഹരി തിരക്കിൽപ്പെട്ടു. ഗൗരിക്ക് അവനില്ലാതെ പറ്റാതെയായെങ്കിലും അവൻ്റെ സാഹചര്യം അവളും മനസ്സിലാക്കി. പക്ഷേ ഒരിട സമയം കിട്ടിയാൽ അപ്പോൾ അവൻ പാഞ്ഞു വരും. ഓരോ കുസൃതി കാട്ടി ഒടുവിൽ അവളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ അവനിലെ ആവേശം കൂടുകയാണ്. വീണ്ടും വീണ്ടും തൻ്റെ പെണ്ണിനെ അറിയാൻ.